ഇവിടെ അദ്ദേഹത്തെ കണ്ടിട്ട് വി എസിനെ കണ്ടിട്ട് വരികയാണ് അല്ലേ? എവിടുന്ന? ഇവിടെ തന്നെയാണോ? ഇവിടെ പേയാടാണ് ഞങ്ങൾ. വി എസുമായിട്ട് വലിയ ആത്മബന്ധവും അടുപ്പവും? തീർച്ചയായും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ വളരെ ചെറുപ്പം മുതൽ അദ്ദേഹത്തെ കണ്ടു തന്നെ വളർന്നതും പഠിച്ചതും മനസ്സിലാക്കിയതുമല്ല. വളരെ ജനകീയനായിട്ടൊരു നേതാവാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. വ്യക്തിപരമായ ഓർമ്മകളൊക്കെ ഉണ്ടാവും ഉറപ്പായും. ഞാനും ഒരു ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ട്. അതാണ്. ഇന്നലെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ പോയിരുന്നോ കാണാൻ? പോയില്ല. ഫുൾ ടൈം ഇത് ടിവിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് നിർത്തിയിട്ട് പോയത്. വളരെ ആത്മബന്ധമുള്ള ഒരു നേതാവ് തന്നെയാണ്. വി എസ് ഇല്ല, വി എസ് ഇനി ഓർമ്മകളിലാണ്, അല്ലെങ്കിൽ വി എസ് നമ്മളോടൊപ്പം ഇല്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ഇത്രയും അസുഖമൊക്കെ ഉണ്ട്, ശയ്യാവലംബിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതൊരു വല്ലാത്ത ഹൃദയഭേദകമാണല്ലേ? തീരാത്ത ദുഃഖമാണ് നമുക്ക് നേരിട്ടിരിക്കുന്നത്. നമുക്ക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണത് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. നമ്മുടെ നെഞ്ചിലെ റോസാപ്പായി എന്നും ജ്വലിച്ച് നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കണ്ടോ വി എസിനെ? ഇപ്പോ കണ്ടു. വളരെ ദുഃഖം തോന്നി. തിരുവനന്തപുരത്ത് തന്നെയാണോ? തിരുവനന്തപുരത്താണ്. അത് വി എസിനെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടൊക്കെ കടന്നു വരുന്ന പ്രവർത്തകരും ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അദ്ദേഹം ഈ വീട്ടിൽ ഇപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിലാണുള്ളത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു വലിയ പൊതുദർശനമൊന്നും ആ വീട്ടിനുള്ളിൽ ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ നമ്മൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പഴയ AKG സെന്ററിൽ കണ്ടതാണ് അദ്ദേഹത്തെ കാണാനായി അവിടേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ. അപ്പോൾ അത് എത്രത്തോളമുണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തെ അവസാനമായി കണ്ടിട്ട് പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ ജോയ് കൈതാരം തൃശ്ശൂരിൽ നിന്ന് രാവിലെ വന്നോ? വി എസുമായി എനിക്ക് തോന്നുന്നത് കുറെ പതിറ്റാണ്ടുകളുടെ ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലേ? ഈ പറയുന്ന ഭൂസമരങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഒക്കെ വി എസ്, താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രശ്നങ്ങളിലും വി എസ് പിന്നീട് അതിലൊക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സജീവമായി അതിനൊക്കെ വഴികാട്ടിയായിരുന്നതും വി എസ് തന്നെയാണ്. വി എസ് ഒരു ഭരണതലത്തിൽ മാത്രം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നില്ല. നിയമപരമായും വി എസ് പോരാട്ടം നടത്തിയിരുന്നു. അത്തരം പോരാട്ടത്തിൻ്റെ വളരെ വ്യക്തമാക്കപ്പെട്ട അനേകം സംഭവങ്ങളുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അഴിമതിയും ക്രമക്കേടുകളും അധികാര ദുർവിനിയോഗവും എല്ലാം വി എസ് തന്നെ മുന്നോട്ടുന്നയിച്ചിട്ടുള്ളതാണ്. പുറത്തുനിന്ന് ഏതൊരാളുടെയും സഹായത്തോടു കൂടി എല്ലാവർക്കും വേണ്ടിയാണ് എന്ന മനോഭാവമായിരുന്നു വി എസ്. തികഞ്ഞ മാനവികത ഉൾക്കൊണ്ട ഒരു ജനകീയ നേതാവായിരുന്നു. കാലത്തും വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അല്ലേ? കേരള മനസ്സാക്ഷിയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു അല്ലേ? വി എസ് അധികാരമായിരുന്നില്ല വി എസിനെ ഭരിച്ചിരുന്നത്. വി എസിനെ ഭരിച്ചിരുന്നത് മനുഷ്യത്വമായിരുന്നു, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. സാമൂഹ്യനീതി വി എസിൻ്റെ ഒരു ദർശനം തന്നെയാണ്. അത് ആരിലൂടെയാണ് ധരിക്കപ്പെട്ടത് അവർക്കെതിരായിട്ട് ശക്തമായ പോരാട്ടങ്ങൾ വി എസ് നടത്തുകയും പൊതുജന അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുകയും അത് തിരുത്താൻ അവരെ നിർബന്ധിതരാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാക്കളായിരുന്നാലും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എല്ലാം നമ്മൾ കണ്ടത് അത് തന്നെയാണ്. നമുക്കൊരിക്കലും വിസ്മരിക്കാനാകാത്ത, ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഖാവ് വി എസ്. ഒരർത്ഥത്തിൽ കേരളം ഒരു ഇരുട്ടിലേക്കാണ് എന്നുള്ളൊരു പ്രത്യേക രാഷ്ട്രീയവും സാമൂഹ്യമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്.
അവർക്കൊക്കെ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസിന്റെ വലിയ പോരാട്ടങ്ങളുടെയൊക്കെ ഭാഗമാവുകയും അല്ലെങ്കിൽ പ്രാദേശികമായി ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രശ്നങ്ങളും വി എസ് അദ്ദേഹം ഏറ്റെടുക്കുകയും അതൊക്കെ സംസ്ഥാന തലത്തിൽ ചർച്ചയാക്കുകയും അതിനൊക്കെ പിന്നീട് സർക്കാരിന്റെ ഭാഗമാവും. മുഖ്യമന്ത്രിയാകുമ്പോൾ അത് ഉപേക്ഷിച്ച് പോവുകയല്ല, അതിന് പരിഹാരം കാണാനൊക്കെയുള്ള വലിയ ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ എത്രയോ അനുഭവങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുപ്രവർത്തകർക്ക് ഈ ഘട്ടത്തിൽ വി എസിനെ ഓർക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ളത് എന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രാധാന്യവും അത് തികഞ്ഞ നൈതികതയിലൂന്നി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ വലിയ തെളിവായി നമ്മളുടെ മുന്നിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ.